നിങ്ങളെ കുടുംബം സുരക്ഷിതമാണോ നോക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതിയെന്നറിയോ? നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് എത്ര ദിവസം സംസാരിക്കുന്നുണ്ട് നോക്കുക. ഭാര്യ നിങ്ങളോട് എത്ര വർത്തമാനം സംസാരിക്കുന്നുണ്ട് നോക്കുക. മക്കളോട് നിങ്ങൾ എത്ര വട്ടം അല്ലെങ്കിൽ എത്ര തവണ സംസാരിക്കുന്നുണ്ട് നോക്കുക. സിമ്പിളായിട്ട് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരൊറ്റ വസ്തുത മാത്രമേ ഉള്ളൂ. ദിവസം 1600 വർത്തമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാത്ത ഭാര്യയും ഭർത്താവുമാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, രണ്ടാൾക്ക് ഉറക്കം കിട്ടില്ല. ഭാര്യയും ഉപ്പയും ഉമ്മയും മക്കളോട് 1600 വർത്തമാനം പറഞ്ഞിട്ടില്ല എങ്കിൽ ആ കുട്ടികൾക്ക് സമാധാനത്തോടുകൂടി വീടുകളിൽ ഉറങ്ങാൻ കഴിയില്ല. വേണം നിങ്ങൾ ഇന്ന് പരീക്ഷിച്ചോ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് നോക്കുമ്പോൾ സത്യമാണത്. എനിക്ക് പലപ്പോഴും സത്യമായിട്ട് തോന്നിയിട്ടുണ്ട്. എൻ്റെ അമ്മയ്ക്ക് നേരത്തെ 7 മണിയാകുമ്പോൾ ഉറക്കം വരും. 92 വയസ്സുള്ള അമ്മ എൻ്റെ മക്കളോട് രാവിലെ മുതലേ അടികൂടുന്നുണ്ട്. രാവിലെ മുതലേ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മേൻ്റെ കുറേ ടീംസ് ഉണ്ട്, കുറേ പ്രായമുള്ള ടീംസ് ഉണ്ട്. ഉച്ചയ്ക്ക് വീട്ടിലേക്ക് വന്നിട്ട് അങ്ങോട്ടേലും നാട്ടിലേയും കുശുമ്പ് ഇങ്ങനെ അളക്കുന്നുണ്ട്. വൈകുന്നേരം മക്കളോട് അടികൂടുമ്പോഴേക്കും എൻ്റെ അമ്മേൻ്റെ കുശുമ്പ് 7 മണിയാകുമ്പോഴേക്ക് ഓവർ 2000-ലും 3000-ലും അപ്പുറം. അതുകൊണ്ട് തന്നെ അമ്മക്ക് 7 മണിയാകുമ്പോൾ ഉറക്കം വരുന്നുണ്ട്. എൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം രാവിലെ മുതൽ അവർ അടികൂടുന്നുണ്ട്, സ്കൂളിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, അവർ പാട്ട് പാടുന്നുണ്ട്. ഒരു 7 മണിയാകുമ്പോഴേക്കും അവരുടെ വർത്തമാനവും 1600-ന് അപ്പുറത്തുന്നുണ്ട്. പിന്നീട് ബുക്ക് തുറക്കേണ്ട താമസം ഐറ്റകൾ ഉറങ്ങിപ്പോകുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് സത്യമാണ്. ഞാൻ ഞാൻ രാവിലെ ഒരു ക്ലാസ് കഴിഞ്ഞു, അതിലൊരു 10,000 വർത്താനം പറഞ്ഞു. ഞാൻ ഇപ്പോൾ നിങ്ങളുടെ ഒരു 5000 വർത്താനം പറഞ്ഞിട്ടുണ്ടാവും. ഇനി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയാൽ എനിക്ക് കിടക്ക കണ്ടാൽ മതി, ഞാൻ ഉറങ്ങിപ്പോകും. പക്ഷെ എനിക്കൊരു ഭാര്യയുണ്ട്. ഓളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അമ്മയോടോളം അധികം സംസാരിക്കില്ല. കാരണം എൻ്റെ അമ്മക്ക് 92 വയസ്സായതുകൊണ്ട് റേഞ്ച് പോരാന്നാണ് അവള് പറയുന്നത്. മക്കളോട് ഓൾ ആകെ സംസാരിക്കുന്നത് പഠിക്ക്, തിന്ന്, കുളിക്ക്. അവളോട് ഒരു നല്ല വർത്തമാനം മക്കളോട് പറയുന്നില്ല. രാത്രി ആകുമ്പോൾ പഠനത്തിൻ്റെ ഒരു പാകിസ്ഥാൻ ഇന്ത്യ ബോർഡറിൽ പോയ പോലെയാണ്. ബുക്ക് അങ്ങോട്ട് മറിയുന്നു, കിടക്ക ഇങ്ങോട്ട് മറിയുന്നു, കസേര അങ്ങോട്ട് മറിഞ്ഞു വീഴുന്നു. പ്രശ്നങ്ങളോട് പ്രശ്നം. ഇവളാകെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ മക്കളോട് 250 വർത്താനവും എൻ്റെ അമ്മയോട് ആകെ 50 വർത്താനവും. അതായത് ചോറ് തിന്നോ, കുളിച്ചോ, വെള്ളം കൊണ്ടാച്ചിക്ക്, ഇങ്ങനെ ഒരു 50 വർത്താനം. നോക്കുമ്പോൾ 300 വർത്തമാനം മാത്രമേ എൻ്റെ ഭാര്യ എൻ്റെ വീട്ടിൽ പറയുന്നുള്ളൂ. ശരിക്കും ഒക്കെ ഉറങ്ങണമെങ്കിൽ 1300 വർത്താനം കൂടി പറയണം. ഓളിത് ആരോട് പറയാനാ കാത്തു നിന്നെന്ന് അറിയുങ്ങൾ? 10,000 വർത്താനം പറഞ്ഞിട്ട് പോകുന്ന എന്നെ കാത്തു നിൽക്കുക. ഞാനങ്ങോട്ട് കേരണ്ട താമസം ഓളൊരു മാലപ്പടക്കത്തിൽ തീ കൊളുത്തിയ പോലെ ഓളെ പ്രശ്നങ്ങളും അങ്ങോട്ടല്ല പ്രശ്നങ്ങളും കളകളകളാന്ന് പറയാൻ ഓളിങ്ങനെ പല ആൾക്കും അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാവും. ഭാര്യമാരിങ്ങനെ കടകടാന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട, അത് ഞാനിപ്പോൾ എൻ്റെ ഭാര്യ ഒളിച്ചോടുന്നത് പേടിച്ചിട്ട് ഞാൻ ഓളെന്ത് പറയുന്നത് കേൾക്കാൻ തയ്യാറാണ്. പയ്യോളി അങ്ങനെ ഒരു ഒളിച്ചോട്ടം കൂടിയിട്ടായിരുന്നു. പയ്യോളി ഒരു സുന്ദരിയായൊരു പെൺകുട്ടി ഒളിച്ചോടിയിരുന്നു. ആ ഒളിച്ചോടിയിട്ട് അവൾ എറണാകുളത്തുള്ള ഒരു ചക്കൻ്റെ കൂടി ഒളിച്ചോടിയിട്ട് തിരിച്ചു വന്നപ്പോൾ നമ്മളൊക്കെ ചോദിച്ചു, എന്തിനാണ് നീ ഒളിച്ചോടിയത്? എൻ്റെ എൻ്റെ ഭർത്താവിൻ്റെ അമ്മ വളരെ ക്രൂരത്തിയാണോ എന്ന് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, എൻ്റെ ഭർത്താവിൻ്റെ അമ്മയെപ്പോലെ ഒരു നല്ലൊരു അമ്മേനെ ലോകത്ത് എവിടെയും കിട്ടൂല, എന്നെ കൊണ്ട് ഒരു പണിയും എടുപ്പിക്കില്ല ഈ അമ്മ. എന്നാൽ ഭർത്താവിൻ്റെ അച്ഛനെ പോലെ നിഷ്കളങ്കനായിട്ടുള്ള മറ്റൊരു ഭർത്താവ് ആരെയും കാണൂല. എൻ്റെ ബാപ്പനേക്കാളും നല്ല ബാപ്പയാണ് ഈ ഭർത്താവിൻ്റെ ബാപ്പ. ഭർത്താവ് വളരെ നിഷ്കളങ്കൻ. എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചിരുന്ന ഒരു ചങ്ങായി അവൻ. പിന്നെ എന്തിനാ മോളെ നീ ഒളിച്ചോടിയതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ വർത്താനം എന്താ അറിയോ? അവൾ നല്ലവണ്ണം പാട്ട് പാടുമായിരുന്നു പോലും. അവൾ നല്ലോണം ടിക്ടോക്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഒരു സംഭാഷണം വെച്ചിട്ട് അതിനനുസരിച്ചിട്ട് അഭിനയിക്കുന്ന ഒരു സാധനമുണ്ട്, ടിക്ടോക്ക്. ആ ടിക്ടോക്ക് നല്ലോണം കളിക്കുമായിരുന്നു പോലും. അങ്ങനെ ടിക്ടോക്ക് കളിക്കുന്ന പാട്ട് പാടുന്ന ഇവള് രാവിലെ ഭർത്താവ് പണിക്ക് പോകാൻ നോക്കി ചായ കുടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവള് ഇങ്ങനെ ഓള് തലേന്ന് മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്ത ഈ പാട്ട് ഭർത്താവിന് കേൾപ്പിച്ചു കൊടുക്കും. ഭർത്താവെ കേട്ടോക്ക്, നല്ല പാട്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഭർത്താവ് മിണ്ടാണ്ടൊക്കെ പോയിട്ട് എൻ്റെ ഒരു പാട്ട് എന്ന് പറഞ്ഞിട്ട് ഭർത്താവ് ഇവളെ അങ്ങോട്ട് ആട്ടി ഓടിക്കുമായിരുന്നു. അവൾ കഷ്ടപ്പെട്ട് ചെയ്ത ടിക്ടോക്കിന് അയാൾക്ക് പുച്ഛായിരുന്നു. ഒരു പ്രാവശ്യം പോലും അവൾ ചെയ്ത ടിക്ടോക്ക് ഈ ഭർത്താവ് നോക്കിയില്ല പോലും. അങ്ങനെ ഇവളെന്ത് ചെയ്യുന്ന പറയുക, ഇവള് 10ാം ക്ലാസ്സിൽ പയ്യോളിയിലുള്ള ഒരു 10ാം ക്ലാസ്സിലെ സ്കൂൾ ഗ്രൂപ്പിൽ ഇവൾ അംഗമായി. അങ്ങനെ അവരെല്ലാം കൂടി പയ്യോളി സ്കൂളിൽ ഒരു ഗെറ്റ് ടുഗദറിൽ ഭാഗവാക്കായപ്പോൾ ഈ പെൺകുട്ടിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സിനോട് ചോദിച്ചു, ഫ്രണ്ട്സേ, എടാ എൻ്റെ ഭർത്താവ് ഇങ്ങനെ എൻ്റെ പാട്ട് കേൾക്കുന്നില്ല, എൻ്റെ ടിക്ടോക്ക് ചങ്ങായി കാണുന്നേ ഇല്ല. അത് പറയുമ്പോൾ അയാൾക്ക് ചൂടാവുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനക്കാണെ പാട്ട് പാടുക മുട്ടുകയും ചെയ്യുന്നു. ഇത് പറഞ്ഞപ്പോൾ ആ കൂട്ടുകാർ പറഞ്ഞു, നീ എന്തിനു പേടിക്കണടോ,
നീ ഒരു ഇൻസ്റ്റഗ്രാം തുടങ്ങിക്കൂടെ, എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ദിവസവും ഇങ്ങനെ റീൽസായിട്ട് ഇനി പാട്ടിട്ടാൽ പോരെ, എൻ്റെ ടിക്ടോക്ക് ഇങ്ങനെ റീൽസായിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടാൽ എത്ര ആളുകൾ കാണും, നിനക്കെത്ര ഫ്രണ്ട്സിനെ കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടി അങ്ങോട്ട് പൊന്തി വന്നു. ആ പെൺകുട്ടിക്ക് അവളുടെ കൂട്ടുകാരി ഒരു ഇൻസ്റ്റഗ്രാം തുറന്നതിന് ശേഷം ഇങ്ങനെ അവളുടെ പാട്ടും റീൽസും എല്ലാം ഇങ്ങനെ അതിലേക്ക് ഇട്ടപ്പോൾ കുറേ ആരാധകർ ഈ ഇൻസ്റ്റഗ്രാമിൽ വന്നു. അതിൽ എറണാകുളത്തുള്ള ഒരു ആരാധകൻ ഇവൾ ഏത് റീൽസ് ഇട്ടാലും അന്നേരം ചാടി വീഴും. മോളൂട്ടി സൂപ്പർഡാ, നീ എവിടെയായിരുന്നടാ ഇത്രയും കാലം, ഈ പാട്ട് ലോകം കേൾക്കാൻ കാത്തിരിക്കുന്നു എന്നൊക്കെ കേട്ടപ്പോൾ ഈ പെൺകുട്ടി ഇങ്ങനെ ഒരു സൈഡിൽ കൂടി പൊന്തി വന്നു. അപ്പോൾ അവള് പറഞ്ഞു, ഞാൻ കല്യാണമൊക്കെ കഴിച്ച് ഭർത്താവൊക്കെ ഉള്ള ആളാന്ന് പറഞ്ഞപ്പോൾ ആ എറണാകുളത്തെ ചെക്കൻ പറഞ്ഞു, എന്ത് ഭർത്താവടോ, നിന്റെ പാട്ട് കേൾക്കാത്ത ഭർത്താവ്, നിന്റെ ടിക്ടോക്ക് കാണാത്ത ഭർത്താവ്, പൊട്ടൻ ഭർത്താവ്, ഇറങ്ങി വായിഞ്ഞി, എറണാകുളം നിനക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ അന്തം വിട്ട പെണ്ണ്, എറണാകുളത്തിൻ്റെ സ്വപ്നങ്ങൾ കണ്ട പെൺകുട്ടി അന്ന് രാത്രി ഇവൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. 2 ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ തനി ഗുണം കണ്ടപ്പോൾ ആ എറണാകുളംകാരൻ ഇവിടെ തന്നെ കൊണ്ടാക്കി കളഞ്ഞു. അന്ന് എൻ്റെ സ്റ്റേഷനിൽ 3 ഒളിച്ചോട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഏത് പെണ്ണിൻ്റെ പുറകെ പോകണമെന്ന് ഇങ്ങനെ കൺഫ്യൂഷനായിട്ട് നിൽക്കുമ്പോഴാണ് ഈ പെൺകുട്ടി വന്നത്. ഈ പെൺകുട്ടിയോട് CI ചോദിച്ചു, മോളെ നീ എന്തിനാണ് ഈ ഒളിച്ചോടിയതെന്ന് ചോദിച്ചപ്പോൾ ഇവള് പറയാ, ഇങ്ങനെ ഭർത്താവ് എൻ്റെ പാട്ട് കേൾക്കുന്നില്ല, എൻ്റെ ഭർത്താവ് എൻ്റെ ടിക്ടോക്ക് നോക്കുന്നേ ഇല്ല, പിന്നെ ഞാൻ എന്തിന് ജീവിക്കണം എന്ന് ചോദിച്ചപ്പോൾ CI സാറ് പറഞ്ഞു, നീ ഇതെന്ത് ചെയ്യണമെന്നറിയോ, ഈ 2-3 നാട്ടുകാർ ഇവിടെ 2-3 പെൺകുട്ടികൾ ഒളിച്ചോടിയ നാട്ടുകാരൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, അവരോട് ഇതങ്ങ് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ CI സാർ എല്ലാം വന്ന നാട്ടുകാരൊക്കെ 2 ഒളിച്ചോടിയ കുടുംബത്തിനൊക്കെ അടുത്തിരുത്തിയിട്ട് പറഞ്ഞു, ഈ കുട്ടി എന്തിനാണ് ഒളിച്ചോടിയതെന്ന് കേട്ടോ നിങ്ങൾ? അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, സാറേ നിങ്ങൾ എന്നെ പറഞ്ഞോളി, ഞാൻ പറയുന്നില്ല. അങ്ങനെ ഈ പെൺകുട്ടി പറഞ്ഞു, എൻ്റെ പാട്ട് കേൾക്കാത്ത, എൻ്റെ ടിക്ടോക്ക് കേൾക്കാൻ ഒരു പ്രാവശ്യം പോലും നോക്കാത്ത എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഞാൻ എന്തിനു ജീവിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയോടത്. എല്ലാവരും ചോദിച്ചു, നല്ല ഭർത്താവ്, ഇത്രയും നല്ല ഭർത്താവ് വേറെ ഇല്ല, എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്ന ഭർത്താവാണെന്നാണ് പറഞ്ഞത്. ഇത് കേട്ട ഞാനില്ലേ, എൻ്റെ സ്റ്റേഷനിൽ നടന്ന എന്തും എൻ്റെ വീട്ടിൽ നടക്കുമെന്ന് പേടിച്ച ഞാനില്ലേ, ഒരു ഓട്ടോറിക്ഷ എടുത്ത് എൻ്റെ വീട്ടിലേക്ക് പോയി. ഞാൻ നോക്കുമ്പം ഭാര്യയില്ലേ പാട്ട് പാടും. ഞാൻ ഇതുവരെ ഭാര്യ പാടുന്ന കേട്ടിട്ടില്ല. ഇനി അഥവാ പാടുന്നുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ ഓള ഇങ്ങനെ തമ്പൊന്നും അടിച്ചിട്ടുമില്ല. ഞാനിങ്ങനെ കുറേ പരതിയപ്പോൾ ഞാൻ ഭാര്യ ഒരു അടുക്കളയിൽ നിന്ന് ചെറിയ പാട്ട് മൂളുന്നത് കേട്ട പോലെ തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു, വണ്ടർഫുൾ ഭാര്യയെ, ഇനിയും പാടണം നീ. ഇനി അവളെ വാട്സപ്പിലേക്ക് ഞാൻ പറഞ്ഞു, സൂപ്പർ കമോൺ ഡ്രാ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇല്ലേ, ഓള് പറഞ്ഞ്, നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, ഞാൻ എപ്പോഴും പാടലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും പേടിയായി. ഇവൾ ആർക്ക് വേണ്ടിയിട്ടാവും അപ്പാ പാടിയത് എന്ന്. അതുകൊണ്ട് എനിക്ക് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളോട് പറയേണ്ടത്, നിങ്ങളെ ബിസിനസ് സാമ്രാജ്യവും നിങ്ങളെ സമ്പത്തൊന്നും നിങ്ങളെ ഭാര്യ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളെ മക്കൾ ആഗ്രഹിക്കുന്നില്ല. അവർ സംസാരിക്കുമ്പോൾ ഒന്ന് മൂളാൻ, അവർ സംസാരിക്കുമ്പോൾ ഒന്ന് കാതോർക്കാൻ, മക്കളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ കൊതിക്കുന്ന സാധാ മനുഷ്യന്മാർ ഇനി ഞങ്ങളുടെ വീട്ടിലുള്ളതും. അതുകൊണ്ട് ദിവസത്തിൽ ഒരു കൃത്യസമയം അവർക്ക് വേണ്ടി ചെലവഴിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടില്ല എങ്കിൽ ഞാൻ പറഞ്ഞ ഈ ടിക്ടോക്കും പാട്ടും കൊണ്ട് എറണാകുളത്തേക്ക് പോകുന്ന സംഭവങ്ങൾ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട്. എനിക്ക് രണ്ടാമത് എനിക്ക് ഈ നിങ്ങളുടെ മുമ്പിലേക്ക് പറയാനുള്ളതെന്നറിയോ, ഈ ഇവിടുത്തെ രാഷ്ട്രീയവും ഒന്നുമല്ല ഇവിടുത്തെ വിഷയം. നിങ്ങളെ മനസ്സ് മുഴുവൻ, നിങ്ങൾ ചിന്തിക്കുന്നതും നിങ്ങൾ നോക്കുന്നതും മുഴുവൻ നിങ്ങളല്ല കേട്ടോ. നിങ്ങളെ തലച്ചോറ് മുഴുവൻ കീഴടക്കി വെച്ചിരിക്കുന്ന ഒരു പ്രത്യേക ശക്തിയുണ്ട് ഈ നാട്ടിൽ. അറിയോ നിങ്ങൾ സ്വതന്ത്രമായി എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഈ ലോകത്ത് മനുഷ്യർക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള ശക്തി നഷ്ടപ്പെട്ടു പോയി. നിങ്ങളെ ചിന്തകൾ മുഴുവൻ വാട്സപ്പും ഫേസ്ബുക്കും ഇവിടുത്തെ ചാനലുകളുമാണ് നിർണ്ണയിക്കുന്നത്. ശരിയാണോ തെറ്റാണോ? വേണമെങ്കിൽ 1.5 മാസത്തെ ഈ നിങ്ങളെ ചിന്തകൾ എവിടെയൊക്കെയാണ് പോയെന്നൊന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങൾ ഒന്ന് ചിന്തിക്ക്. 1.5 മാസം മുമ്പ് നിങ്ങളുടെ മനസ്സുകളിൽ ആർക്ക് വേണ്ടിയിട്ടായിരുന്നു നിങ്ങളെ തലച്ചോറ് ശബ്ദിച്ചത്? ഷിരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അർജുനൻ എന്ന് പറയുന്ന ചങ്ങായി ലോറിയും കൊണ്ടുപോയപ്പോൾ ലോറി ആ പുഴയിലേക്ക് വീണു. കേരളത്തിലെ ചാനലുകൾ മുഴുവൻ ആ ഷിരൂർ പുഴയുടെ സൈഡിൽ ഈ കുറ്റി കൊണ്ടാച്ചിട്ട് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞു, അർജുനൻ പോയി, ഇവിടെ തപ്പ് അവിടെ തപ്പ് എന്നൊക്കെ പറഞ്ഞപ്പോൾ മര്യാദയ്ക്ക് പുഴയെ തപ്പുന്ന പോലീസുകാരെ പിടിച്ച് കരക്ക് കയറ്റി. അങ്ങനെ ഒരാഴ്ച നമ്മുടെയൊക്കെ ചിന്തകൾ അർജുനൻ്റെ പുറകെയായിരുന്നു, അവൻ്റെ ലോറിക്ക് പുറകെയായിരുന്നു, അവൻ്റെ അമ്മയുടെയും പെങ്ങളുടെയും കരച്ചിലിന് പുറകെയായിരുന്നു. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ പുഴയിലേക്ക് ആർക്കും ഇറങ്ങാൻ കഴിയില്ല എന്ന് ഉറപ്പായപ്പോൾ ഈ ചാനലുകാർ ഈ ക്യാമറയും എല്ലാം തൂക്കിക്കെട്ടി നോക്കുമ്പോഴാണ് വയനാടിൽ അന്ന് ഉരുൾപൊട്ടിയത്. ഈ ചാനലെല്ലാം പിന്നീട് വയനാടിലേക്ക് വെച്ച് പിടിച്ചു.
വയനാട്ടിലെ ദുരിതങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഒരാഴ്ച ഇങ്ങനെ ചർച്ച ചെയ്തപ്പോൾ നിങ്ങളെ തലച്ചോറും നിങ്ങളെ ചിന്തകളും വയനാടുള്ള ദുരിതത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചായി. രണ്ടാമത് അതും വയനാട് ഒരു പ്രശ്നവും തീർന്നില്ല. പിന്നീടാണ് ഹേമയും അമ്മയും തമ്മിലുള്ള പ്രശ്നം വന്നത്. എൻ്റെ മോൾ എന്നോട് ചോദിച്ചു, അല്ലച്ച ഹേമയും അമ്മയും തമ്മിൽ എന്തെന്നാ പ്രശ്നം ശരിക്കും? ആ സ്കൂളിലെ മാഷന്മാർ പറഞ്ഞു, ഇനി ഒരാഴ്ച പേപ്പറിലെ വാർത്ത എഴുതി കൊണ്ടുവരണ്ട. അത്രയേറെ മോശമായ രീതിയിൽ ഈ സിനിമാ രംഗത്തെ വാർത്തകൾ പത്രത്തിൽ വന്നു, ചാനലുകളിൽ ചർച്ചയായി. ഹേമയും അമ്മയും എവിടെ എത്തിയില്ല. അപ്പോഴാണ് അൻവറിൻ്റെ വരവ്. പിന്നീട് അൻവർ പറഞ്ഞ വർത്തമാനത്തിൻ്റെ പുറകെ ചാനലുകൾ പോയി. ഷിരൂരിൽ അർജുനൻ എവിടെ എത്തിയില്ല, ഉരുൾപൊട്ടൽ എവിടെ എത്തിയില്ല, ഹേമയും അമ്മയും എവിടെ എത്തിയില്ല, എല്ലാം കഴിഞ്ഞു. അപ്പോഴാണ് ഈ ഷിരൂരിൽ വീണ്ടും അർജുനനെ പൊക്കിക്കൊണ്ടേയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ചാനലെല്ലാം വീണ്ടും അവിടെ പോയി. അവിടെയും പ്രശ്നം തീർന്നില്ല. പിന്നത്തെ പ്രശ്നം മനാഫും ഈ അർജുനൻ്റെ അളിയനും തമ്മിലായി. നിങ്ങളും രണ്ട് പക്ഷത്ത് നിന്ന്, കുറേ ആൾ മനാഫിൻ്റെ പക്ഷത്ത് നിന്ന്, കുറേ ആൾ അളിയൻ്റെ പക്ഷത്ത് നിന്ന്. അങ്ങനെ എല്ലാ തരത്തിലും നിങ്ങളുടെ തലച്ചോറുകൾ വേറൊരാൾ നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നടക്കുന്നതുകൊണ്ട് ഇനി പറയുന്ന വർത്തമാനമെങ്കിലും നിങ്ങൾ സൂക്ഷിച്ചടവെച്ചോ. കേരളം ഒളിച്ചോട്ടത്തിൻ്റെ കാര്യത്തിൽ 1-ാം സ്ഥാനത്ത്. ഒളിച്ചോടിക്കോളി, അത് പ്രശ്നമൊന്നുമില്ല. സൂയിസൈഡ് കുട്ടികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും വിഷയമില്ല. 3-ാമത്തെ വിഷയം എന്താ അറിയോ? കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വിൽക്കുന്ന, ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന മനുഷ്യന്മാർ ജീവിക്കുന്ന സ്ഥലം കേരളമാണ്. മറന്നുകൊണ്ട് ഒരാളും പഴയ കാലങ്ങളെല്ലാം എല്ലാം പോയി. ഇനി കേരളത്തിൽ കാണാൻ കഴിയുന്ന ഏക സംഗതി MDMA എന്ന് പറയുന്ന ഒരു ഭീകര രാജാവിൻ്റെ പുറകെ ഓടുന്ന മനുഷ്യന്മാരെ കാണും. അവിടെ എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ മനുഷ്യരോടും എനിക്ക് പറയാനുള്ളത്, കൊറോണയ്ക്ക് മുമ്പേ 5-ാം സ്ഥാനത്ത് ലഹരിയുടെ ഉപയോഗത്തിൽ 5-ാം സ്ഥാനത്തായിരുന്ന കേരളം 2023 ഡിസംബർ 31-ാം തീയതിയോടുകൂടി 1-ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നതെന്ന്. ഈ വാർത്ത, ഈ ഒരു സംഭവം ആരും മറന്നുകൊണ്ടാണ്. 5-ാം സ്ഥാനത്തായിരുന്നു നമ്മൾ, 1-ാം സ്ഥാനത്ത് പഞ്ചാബായിരുന്നു. ആ പഞ്ചാബിനെ 2023 നമ്മൾ തോൽപ്പിച്ചു. ഇപ്പം നമ്മൾ ഒന്നാമതാണ് ലഹരിയുടെ ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ നിങ്ങൾ ഈ എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ബഹുഭൂരിഭാഗം ആളുകൾ ഇല്ല എന്നാ പറയാം. പക്ഷേ എനിക്ക് നിങ്ങളെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം കേരളത്തിൻ്റെ കണക്ക് അങ്ങനെയാണ്. ഇനി കേരളത്തിൽ ഒരു മനുഷ്യൻ 4.75 ലിറ്റർ മദ്യം കഴിക്കുന്നുണ്ടല്ലോ, അറിയോ നിങ്ങൾ? അതായത് സാറ് 4.75 കഴിക്കുന്നുണ്ടെന്ന കണക്ക്. നിങ്ങൾ കഴിച്ചില്ലെങ്കിൽ അപ്പുറത്തെ ആൾ 9 കുടിക്കുന്നുണ്ട്, നിങ്ങൾ മനസ്സിലായിക്കോളി. ഇനി നിങ്ങളെ ഒന്നല്ല കണക്ക്. നിങ്ങളെ വീട്ടിലേക്ക് പോയാലില്ലേ, നിങ്ങളെ ബാപ്പേനെയും ഉമ്മേനെയും ഉപ്പാപ്പേനെയും ഒന്നും നിങ്ങൾ നോക്കണ്ട, അച്ഛനെയും അച്ചാച്ചനെയും ഒന്നും നിങ്ങൾ നോക്കണ്ട. 2-ാമത്തെ കേരളത്തിൻ്റെ കണക്ക് ഭീകരമാണ്. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഈ സംഗതി നിങ്ങൾ ഇന്നു മുതൽ വീട്ടിൽ നിരീക്ഷിച്ചിട്ടില്ല എങ്കിൽ നാട്ടിൽ ഏറ്റവും മികച്ച ആപത്ത് ഈ നാട്ടിലുണ്ടാവുന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. കേരളത്തിൽ 12 വയസ്സുള്ള കുട്ടി ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ട് എന്ന് ഏറ്റവും പുതിയ കണക്ക്. അതായത് നിങ്ങളെ വീട്ടിൽ ഏതെങ്കിലും ഒരു 12 വയസ്സുള്ള കുട്ടി ഉണ്ട് എങ്കിൽ ആ കുട്ടി കഞ്ചാവിനും മയക്കുമരുന്നിനും ലഹരിക്കും അടിമപ്പെട്ടു പോകുന്നുണ്ട് എന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യമാണ്. എനിക്ക് തന്നെ ഒരു കുടുംബ ബന്ധം നിലനിൽക്കണമെങ്കിൽ ഈ സംഗതിയെക്കുറിച്ച് നല്ല ബോധപ്പാട് നിങ്ങൾക്ക് ഉണ്ടാവണം. അവിടെ ഇന്നു മുതൽ നോക്കിക്കോളി. നിങ്ങളെ വീട്ടിൽ 12 വയസ്സുകാരല്ലേ, ഇനി കള്ള് കുടിച്ചാൽ മണക്കും, സിഗരറ്റ് വലിച്ചാൽ മണക്കും, ബബിൾ ഗം ഉപയോഗിച്ചാൽ മണക്കും, എല്ലാം നമുക്ക് മനസ്സിലാവും. പക്ഷേ ഈ കേരളത്തിൽ ഇപ്പൊ കാണുന്ന ലഹരി മണമില്ലാത്ത, രുചിയില്ലാത്ത, ഒരു തരത്തിലും പ്രശ്നം സൃഷ്ടിക്കാത്ത, അതായത് നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത ഒരു രാസലഹരി ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. മലപ്പുറത്തിൻ്റെ മണ്ണിൽ ഇഷ്ടം പോലെ ഉണ്ട്, കോഴിക്കോടിൻ്റെ മണ്ണിൽ ഇഷ്ടം പോലെ ഉണ്ട്. കഴിഞ്ഞ ദിവസം കരിപ്പൂരിൽ 600 കോടി ഉറുപ്പ്യൻ്റെ MDMA ആണ് പിടിച്ചതെങ്കിൽ ആ MDMA കൊണ്ടുവന്നത് കേരളത്തിലെ പോലീസുകാരന് തിന്നാനല്ല. അതിവിടെയുള്ള ചെറിയ കുട്ടികളെ ലക്ഷ്യം വെച്ചിട്ടാണെന്നുള്ള ബോധം എൻ്റെ മുമ്പിലിരിക്കുന്ന രക്ഷാകർത്താക്കൾ മനസ്സിലാക്കിയാൽ കൊള്ളാമെന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. നിങ്ങൾ ആരെങ്കിലും, ഞാൻ 10 വയസ്സുള്ള കുട്ടി ലഹരി വസ്തു ഉപയോഗിക്കുന്നു പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? അത് നിങ്ങൾ വിശ്വസിച്ചേ പറ്റുള്ളൂ. ഈ കുന്നമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ ദിവസം 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഫാനുമേൽ കെട്ടി തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത്. ഭാഗ്യത്തിന് ആ ഫാന് പൊരിഞ്ഞ് താഴെ വീണു, കുട്ടി മരിച്ചില്ല. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ട്. പറ്റുവാണെങ്കിൽ നിങ്ങൾ ആ മെഡിക്കൽ കോളേജിലെ കുട്ടിയോടൊന്ന് സംസാരിക്കണം. എന്തിനാണ് കുട്ടി നീ ചെറുപ്പത്തിൽ ഫാനിൽ കെട്ടി തൂങ്ങി മരിക്കാൻ ശ്രമിച്ചതെന്ന് ചോദിക്കണം. രണ്ടാമത്തത്, ഏറ്റവും വലിയ ബിസിനസ് മാഗ്നറ്റിൻ്റെ ഒരു മകൻ, 13 വയസ്സുകാരിയായ മകനാണ് കോഴിക്കോട് പോലീസിൻ്റെ മുമ്പിലേക്ക് വന്നിട്ട് പറഞ്ഞത്, പോലീസെ ഈ MDMA എന്ന് പറയുന്ന സാധനം
ഈ നാട്ടിൽ ആദ്യമായി വിറ്റത് ഞാനാണെന്ന്. ആ പോലീസ് ആ കുട്ടിയോട് ചോദിച്ചു, എങ്ങനെയാണ് നീ ഈ സാധനം ആളുകൾക്ക് കൊടുത്തത്? ഇത് കൊടുക്കേണ്ട ആളെ എങ്ങനെയാണ് നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞ മറുപടി വളരെ വളരെ ശ്രദ്ധ ചെലുത്തേണ്ടുന്ന ഒരു സംഗതിയാണെന്ന് ഒരു അച്ഛനെന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ട്. ആ കുട്ടി പറഞ്ഞെന്നറിയോ, അതിന് ഞങ്ങൾക്ക് കുറേ സിഗ്നൽസ് ഉണ്ട് പോലീസെ. ചില ദിവസം തിങ്കളാഴ്ച ഞങ്ങൾ ഈ ലഹരി കൊടുക്കുമ്പോൾ മുടി പൊന്തിച്ചിട്ടുള്ള ആളുകൾക്കാണ്. ഈ മുടി ഇങ്ങനെ പൊന്തിച്ചിട്ടുള്ളത് ഒരു സിഗ്നലാണ് പോലും. കൈയിൻ്റെ ഇവിടെ കുറേ ടാറ്റൂസ്, ഈ ടാറ്റൂസ് ഇങ്ങനെ ചൊവ്വാഴ്ച അടക്കം ടാറ്റൂസ് കയ്യിലുള്ള ആൾക്കാർക്കായിരിക്കും കൊടുക്കുക. ബുധനാഴ്ച പാൻറ്റിന് മുട്ടിൻ്റെ മേലെ കീറുള്ള കുട്ടിക്കാണ് ഇത് കൊടുക്കുക. ഒരു കാലിൽ ചരട് കെട്ടിയ കുട്ടിക്കായിരിക്കണം വ്യാഴാഴ്ച കൊടുക്കുക. അങ്ങനെ ഓരോ ദിവസവും ഓരോ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഓരോ സിഗ്നൽസ് ഈ ഇരകൾക്ക് നൽകുമ്പോഴാണ് ഈ MDMA എന്ന് പറയുന്ന സാധനം കുട്ടികൾക്ക് കൊടുക്കാൻ ഇവർക്ക് കിട്ടുന്നതെന്ന്. ഈ MDMA കുറിച്ചിട്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകൾ ഇന്നു മുതൽ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതേ രീതിയിൽ ഈ ലഹരി കേരളത്തിൽ കൂടുകയാണെങ്കിൽ 7 കൊല്ലം കഴിഞ്ഞാൽ കേരളത്തിൽ യുവാക്കൾ ഉണ്ടാവില്ല എന്ന്. യുവാക്കൾ മരിച്ചുവയ്ക്കേണ്ട സാരമില്ല, മരിക്കൊന്നുമില്ല. മുഴുത്ത ഭ്രാന്തന്മാരായി ഈ പരപ്പനങ്ങാടിയുടെ മണ്ണിലൂടെ നിങ്ങൾ മക്കൾ നടക്കുന്നത് കാണേണ്ടി വരും. നിങ്ങൾ എൻ്റെ നാട് ഏറാമലയാണ്. ഏറാമല എന്ന് പറഞ്ഞാൽ വടകരക്കടുത്തുള്ള ഒരു സാധാ ഗ്രാമമാണ്. ഞങ്ങളൊക്കെ വിചാരിച്ച് നിങ്ങളുടെ നാട്ടിലൊന്നും ഈ MDMA ഒന്നും ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ ജനുവരി 1 മുതൽ ഈ ഒക്ടോബർ 31 വരെയുള്ള ഈ കാലഘട്ടത്തിൽ എൻ്റെ നാട്ടിൽ മാത്രം MDMA ഉപയോഗിച്ച് ഭ്രാന്തനായി മരിച്ചത് 8 യുവാക്കളാണ്. ആ 8 യുവാക്കളിൽ 3 പേർ എഞ്ചിനീയറിംഗ് ബിരുദധാരികളായിരുന്നു. മറന്നോണ്ട, വിവരമില്ലാത്ത മനുഷ്യന്മാരൊന്നുമല്ല ഇത് ഉപയോഗിച്ച് നശിച്ചത്. വടകര ജൂബിലി ടാങ്ക് എന്ന് പറഞ്ഞൊരു വാട്ടർ ടാങ്ക് ഉണ്ട്. ആ ടാങ്കിൻ്റെ കരയിൽ കഴിഞ്ഞ ദിവസം ഈ MDMA ഉപയോഗിച്ച് മരിച്ച നിലയിൽ കണ്ട ചെക്കൻ്റെ വയസ്സ് 19 ആയിരുന്നു. കൊയിലാണ്ടി EMS ഒരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിൻ്റെ ഈ ഗാലറിയിൽ കഴിഞ്ഞ 1 മാസത്തിനിടയിൽ മരിച്ചു വീണ ജന്മങ്ങളുടെ എണ്ണം 2 ആണ്. ഇനി ഈ പരപ്പനങ്ങാടിയിൽ അങ്ങനെയുള്ള സംഗതി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ നാട്ടിൽ ഈ മണ്ണിൽ എൻ്റെ ഏറ്റവും ഗ്രാമത്തിൽ ഈ സാധനത്തിൻ്റെ വേരോട്ടം നടത്തിയിട്ടുണ്ട് എങ്കിൽ ഈ നാട്ടിൽ എല്ലായിടത്തും ഈ നാശം വിതറിയിട്ടുണ്ടാവുമെന്നുള്ള നല്ല ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. കേരള ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്, കോഴിക്കോട് ജില്ലയിലുള്ള 120 സ്കൂളുകളിൽ ഈ സാധനത്തിൻ്റെ സാമീപ്യം കണ്ടെത്തിയിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോരാളുകളും എൻ്റെ മക്കൾ അങ്ങനെ ചെയ്യില്ല എന്നും എൻ്റെ മക്കൾ ആ രീതിയിലേക്ക് പോകില്ല എന്നൊന്നും വിചാരിക്കേണ്ട. കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളെയാണ് ഈ ലഹരി മാഫിയ നോട്ടമിടുന്നത്. അതിലാദ്യം നോട്ടമിടുക ആരുടെ മക്കളെയാണെന്ന് അറിയാം? ഞങ്ങൾ ഏറ്റവും ആദ്യം നോട്ടമിടുന്ന രാഷ്ട്രീയക്കാരൻ്റെ മക്കളെയാണ്. 2ാമത് പോലീസുകാരൻ്റെ മക്കളെ, 3ാമത് എക്സൈസുകാരൻ്റെ മക്കളെ, 4ാമത് ബിസിനസ്സുകാരൻ്റെ മക്കളെ. സമൂഹത്തിൽ വേരോട്ടമുള്ള മനുഷ്യന്മാരുടെ മക്കളെയാണ് ഈ ലഹരി മാഫിയ നോട്ടിടുന്നത്. എന്തിനാണെന്നറിയോ? രാഷ്ട്രീയക്കാരൻ്റെ മക്കൾക്ക് ഇത് കൊടുത്താൽ അല്ലെങ്കിൽ അവനിത് വിറ്റ ആ കുട്ടീനെ രക്ഷിക്കാനുള്ള തന്ത്രങ്ങൾ ഓല് നോക്കിക്കോളും. പോലീസുകാരനെ കൊടുത്താൽ പോലീസുകാരൻ നോക്കിക്കോളും എന്നുള്ളൊരു വല്ലാത്ത വിശ്വാസമുണ്ട് ഈ ലോബിക്ക്. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളെ വീട്ടിൽ ഈ കഴിഞ്ഞ ദിവസം തലശ്ശേരിയിലുള്ള ഒരു അമ്മേന ഈ 8ാം ക്ലാസ്സിലെ ചെക്കൻ കൊടുവാളുകൊണ്ട് വെട്ടി ഈ സാധനം കിട്ടാത്തതിന്. ആ അമ്മയോട് നമ്മൾ ചോദിച്ചു, എല്ലമ്മ നിങ്ങളെ മകൻ ഈ സാധനം ഉപയോഗിക്കുന്ന നമുക്ക് മനസ്സിലായില്ല എന്ന് ചോദിച്ചപ്പോൾ ആ അമ്മ പറഞ്ഞ മറുപടി എന്താ അറിയോ? എനിക്ക് മനസ്സിലായില്ല എന്ന്. എൻ്റെ മകന് അങ്ങനെ ഉപയോഗിക്കുന്ന അവർ വിശ്വസിച്ചിട്ടില്ല പോലും. കാരണം ആ അമ്മ പോലീസിനോട് പറഞ്ഞതെന്ന് അറിയോ? അവനെ ഞാൻ ഇതുവരെ അടുക്കളയിൽ കയറ്റിയിട്ടില്ല, അവനെ ഞാൻ ഇതുവരെ ഒരു പണിയെടുപ്പിച്ചിട്ടില്ല, അവൻ ചോദിച്ച വസ്ത്രങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുത്തു ഞാൻ, അവൻ വിചാരിച്ച എല്ലാ സംഗതികളും ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവൻ ഒരിക്കലും ഈ ലഹരിയുടെ ലോകത്തേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് രക്ഷാകർത്താക്കൾ പറയുന്നത്. അതുകൊണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന രക്ഷാകർത്താക്കളെ, നിങ്ങളെ കുടുംബമൊന്നും ഇവിടെ വിഷയമല്ല. കുണ്ടുതോട് എന്ന് പറയുന്ന സ്ഥലത്ത് ലഹരിക്കെതിരെ ഒരു പോരാട്ടം നടത്തുന്ന വേദിയിലാണ് ആ തൊട്ടിൽപ്പാലം പോലീസ് ഒരു ദിവസം ഒരു വണ്ടിയായിട്ട് വന്നത്. ആ നാട്ടിലെ ഏറ്റവും നന്മ മരം, ആ മനുഷ്യൻ്റെ സഹായം കിട്ടാത്ത ഒരു മനുഷ്യനും കുണ്ടുതോട് എന്ന് പറയുന്ന സ്ഥലത്തില്ല. അവരുടെ നാട്ടിലെ നന്മ എന്നൊക്കെ പറയില്ല, നമ്മൾ എന്ത് പറഞ്ഞാലും സഹായിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലാണ് ഈ ലഹരിക്കെതിരെയുള്ള പരിപാടി നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ പോലീസുകാർ ഓടി വന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കായിരുന്നു. അപ്പോൾ എല്ലാ നാട്ടുകാരും പറഞ്ഞതെന്നറിയാം, പോലീസ് പണ്ടേ വരാന്തന്മാറാ, ഈ മനുഷ്യൻ്റെ വീട്ടിലേക്കാണോ പോലീസ് ഇറച്ചു കയറുന്നത്?
ഈ മനുഷ്യൻ ഇത്രയേറെ നന്മ ചെയ്ത മനുഷ്യനെ ഉപദ്രവിക്കാൻ പോലീസിന് എങ്ങനെ ചങ്കൂറ്റം വന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇല്ലേ, പോലീസുകാർ അതൊന്നും നോക്കാതെ ആ വീടിൻ്റെ വാതിൽ അടിച്ചു പൊളിച്ച് ഉള്ളിലേക്ക് കയറിയപ്പോൾ കണ്ടത് ഈ നാട്ടിലെ ഏറ്റവും മഹാനായ മാന്യ മനുഷ്യൻ്റെ ഈ കോഴിക്കോട് ടൗണിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന ചെക്കൻ ആ കോളേജിലൊരു പെൺകുട്ടിയെ കട്ടിലിൽ ഉടുതുണിയില്ലാതെ കയറുകൊണ്ട് വലിഞ്ഞ് കെട്ടിയിരിക്കുന്നു. അവിടെ ശരീരത്തിൽ അങ്ങനെ ഇങ്ങനെ ബ്ലേഡ് കൊണ്ട് വരച്ചു വെച്ചിരിക്കുന്നു. ആ പെൺകുട്ടിയുടെ അടുത്ത് നിന്ന് പോലീസിന് കിട്ടിയത് 4.5 ഗ്രാം MDMA ആയിരുന്നു. അതുകൊണ്ട് അച്ഛൻ്റെ പാരമ്പര്യവും അമ്മയുടെ കുടുംബമഹിമയും നാട്ടിലെ ഒന്നും ഈ നാട്ടിലെ കുട്ടികൾക്ക് വിഷയമല്ല. അവർ മനസ്സാവാച അറിഞ്ഞുകൊണ്ടല്ല ഈ ലോകത്തേക്ക് പോകുന്നതെന്ന് മനസ്സിലാക്കുവാൻ ത്രാണിയുള്ള നല്ല രക്ഷകർത്താക്കളായി നിങ്ങൾ മാറണം. അതിന് ഇന്ന് MDMA എങ്ങനെയാണെന്ന് കൂടി മനസ്സിലാക്കിയ ഈ പ്രശ്നം തീരും. MDMA എന്ന് പറഞ്ഞാൽ 2 വെള്ള പഞ്ചസാര തരി പോലുള്ളൊരു സാധനമാണ്. കർപ്പൂരം പോലെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു നമ്മളെ കൽക്കണ്ടി പോലെ ഉണ്ടാവും. കണ്ടിട്ടുണ്ടോ അങ്ങനെ? ഇതിന് ഗ്രാമിന് 2000 മുതൽ 5000 രൂപ വരെ വിലയുണ്ട്. ഈ സാധനമാണ് കേരളത്തിലെ സാധാ സ്കൂളിലുള്ള 5ാം ക്ലാസ്സിലെ കുട്ടി ഉപയോഗിക്കുന്നത് എങ്കിൽ ഇന്നു മുതൽ കണ്ണ് തുറന്ന് നിങ്ങളെ മക്കളെ കയ്യിൽ ഇതുണ്ടോ എന്ന് നോക്കണം. ഇത് കൊണ്ടു നടക്കാൻ എളുപ്പമാണ്. ഇത് വളരെ ഉപയോഗിക്കാൻ എളുപ്പമാണ്. ഇതിങ്ങനെ പൊടിച്ചിട്ടില്ലേ, മൂക്കിലോ കണ്ണിലോ ചുണ്ടിലോ വായിലോ ഭക്ഷണത്തിലോ ഐസ്ക്രീമിലോ ആക്കിയിട്ട് ഉള്ളിലേക്ക് അങ്ങ് ചെന്ന് കിട്ടിയാൽ മതി. നമ്മളെ കുട്ടികൾ പറക്കും, സന്തോഷത്തിൻ്റെ ലോകത്ത് പറക്കും. അവിടെയാണ് ഇതിൻ്റെ വിഷയം. ഒരൊറ്റ ദിവസം കൊണ്ട് ലഹരിക്ക് അടിമപ്പെടുന്ന ഏറ്റവും മാരകമായിട്ടുള്ള വസ്തുവിൻ്റെ പേരാണ് MDMA. അതുകൊണ്ട് ഒരുമയോടെ എന്നുള്ള ഈ പരിപാടിയില്ലേ, ഇനി ഒരു 5 കൊല്ലം കൂടെ വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ മക്കളും ഇവിടുത്തെ യുവാക്കൾ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് അന്ന് വെച്ച് കാണാം. നമുക്ക് ഇത് നിങ്ങൾക്ക് ഒരു കാരണവശാലും മനസ്സിലാവാത്ത എന്താ അറിയോ, ഇതിന് മണോ ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ ഇത് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ, നിങ്ങളെ മക്കളിപ്പോൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ നിങ്ങൾ നല്ല ചങ്കൂറ്റമുള്ള ഒരു രക്ഷകർത്താവായി മാറണം. ഇതിന് 4 സ്പെഷ്യാലിറ്റി ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. ഒന്ന്, ഇത് ഉപയോഗിച്ചാൽ 48 മണിക്കൂർ സന്തോഷത്തിൻ്റെ ലോകത്ത് പറക്കും. പഠിക്കുന്ന കുട്ടി പഠിച്ചുകൊണ്ടേയിരിക്കും, കളിക്കുന്ന കുട്ടി കളിച്ചുകൊണ്ടേയിരിക്കും, മെസ്സിയെ ഇഷ്ടപ്പെടുന്നവൻ മെസ്സിയെ ആരാധിച്ചുകൊണ്ടേയിരിക്കും. ഗുണ്ടായിസ് ഇഷ്ടപ്പെടുന്ന ഞങ്ങൾ ഗുണ്ടയായിരിക്കും, ഏറ്റവും മികച്ച ഗുണ്ടയായി മാറും. അതുകൊണ്ടാണ് എറണാകുളത്ത് ഗാനമേളക്കിടയിൽ കഴിഞ്ഞ വർഷം കത്തിക്കുത്തേറ്റ് മരിച്ചത് 16 ആളുകളാണ്. അങ്ങനെ ഗാനമേളക്കിടയിൽ കത്തിക്കുത്ത് നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ? പക്ഷെ കേരളത്തിൽ എവിടെയും അത് ചർച്ച ചെയ്തില്ല. എന്തിനാ കത്തിക്കുത്ത്? ഈ MDMA പറയുന്നതെന്ന് അറിയോ? ഈ MDMA പറയുന്നത് ഓം പറയുന്ന പാട്ട് പാടണമെന്നാണ്. മറ്റവൻ പറയും ഞാൻ പാടുന്ന പാട്ട് പാടണം എന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരും തമ്മിൽ അടിക്ക് പകരം കത്തിക്കുത്ത്. അതുകൊണ്ട് ഇന്നു മുതൽ ഓർമ്മിച്ചോ, ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യിപ്പം നിങ്ങളെ മക്കൾ ഇത് ഉപയോഗിക്കുന്നുണ്ടോ നിങ്ങൾ ഇന്നു മുതൽ നിരീക്ഷിച്ചിട്ടില്ല എങ്കിൽ പിന്നീട് ഈ മക്കളെ കൊണ്ടും കുടുംബത്തിനെ കൊണ്ടും നിങ്ങൾക്ക് ഒരു ഗുണം ഉണ്ടാവില്ല. ഇന്നു മുതൽ ഇത് തിന്നാൽ മനസ്സിലായി, തിന്നാൽ 48 മണിക്കൂർ പറക്കും, 48 മണിക്കൂർ ഉറക്കം ഉണ്ടാവില്ല. അതുമാത്രമാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. രാത്രി ബസ് ഓടിക്കുന്ന ഡ്രൈവർമാർ ഇത് ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് കിട്ടിയ വിവരം. അതുകൊണ്ട് ഡ്രൈവിങ് നല്ല രസമുണ്ടാവും, ഉറങ്ങൂല ഇറ്റുകൾ. രണ്ടാമത്തെ പ്രത്യേകത, ഇത് ഉപയോഗിച്ചാൽ നേരെ കിടക്കാൻ കഴിയില്ല, വടി പോലെ കിടക്കാൻ കഴിയില്ല. പൊളച്ചിട്ട പോലെയാണ് നമ്മളെ വീട്ടിലെ കുട്ടികളും വലിയോലൊക്കെ ഇത് ഉപയോഗിച്ചാൽ കിടക്കുക. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങളെ മക്കൾ എങ്ങനെ കിടക്കുന്നുണ്ട് നോക്കണം. ഇനി ഇന്ന് കഷ്ടകാലത്തിനായിട്ട് വയറ്റുന്ന വേനായിട്ടായിട്ട് പോലെ കിടക്കുമ്പോൾ ആ MDMA 7.5 കൊല്ലം കൊണ്ട് ഭ്രാന്താന്ന് പറയരുത്. ദിവസവും മക്കളെ നിരീക്ഷിക്കണം. മൂന്നാമത്തെ പ്രത്യേകത, ഇത് ഉപയോഗിച്ചാൽ 2 ദിവസം ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല. ഇതിൻ്റെ ഹാങ് ഓവർ പോകുന്തോറും വെള്ളവും ഭക്ഷണവും നല്ലോണം കഴിക്കും. 48ാമത്തെ മണിക്കൂർ ആകുമ്പോഴേക്കും ഈ രാസവസ്തു അതേ അളവിൽ നമ്മുടെ ശരീരത്ത് വീണ്ടും എത്തിയിട്ടില്ല എങ്കിൽ നമ്മുടെ മക്കൾക്ക് 48ാമത്തെ മണിക്കൂറിൽ ഭ്രാന്ത് എന്ന് പറയുന്ന സാധനം തുടക്കം കുറിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. അതുകൊണ്ടാണ് ഈ മാഫിയ കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ കാരണം ഇത് വെറുതെ കൊടുത്താലില്ലേ 48ാമത്തെ മണിക്കൂറിൽ ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ കുട്ടിക്ക് ഭ്രാന്ത് പോലെ തോന്നും. എന്ത് ചെയ്യണം എന്നറിയാണ്ട് ഇങ്ങനെ പിറക്കം പായും കുട്ടി. എന്തായാലും 48ാമത്തെ മണിക്കൂർ കൊടുത്ത ചങ്ങായിൻ്റെ കാലുമ്മൽ ഈ കുട്ടി പോയി വീഴും. അതിൻ്റെ ഏറ്റവും വലിയ ഭീകരത നടന്നത് എൻ്റെ നാട്ടിനടുത്തുള്ള വടകരയാണ്. ആ വടകരയിൽ കഴിഞ്ഞ ദിവസം 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി സയൻസ് ടാലൻറ്റ് പരീക്ഷയിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനത്തെത്തിയ കുട്ടി, ആ കുട്ടിക്ക് അപ്പുറത്തെ പീഡിയക്കാരന് ഈ സാധനം ചെറുതായിട്ടൊന്ന് പുരട്ടിയിട്ട് ഒരു മുട്ടായ്മയിൽ കലക്കിയിട്ട് അങ്ങ് കൊടുത്ത് ഈ അന്തം വിട്ട ചെക്കൻ അത് വിഴുങ്ങി.
48 മണിക്കൂർ സന്തോഷത്തിൻ്റെ ലോകത്ത് കുട്ടി പറന്നു. 48 മണിക്കൂറായപ്പോൾ ഈ സാധനം വീണ്ടും വേണമെന്ന് തോന്നിയപ്പോൾ ഈ ചെക്കൻ ഓടി ആ പീടികയിലേക്ക് ചെന്നപ്പോൾ ആ പീടികക്കാരൻ പറഞ്ഞു, വെയിറ്റ് ചെയ്ഞ്ഞി തരാം 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 എന്ന് പറഞ്ഞിട്ട് ഈ 48 മണിക്കൂർ വരെ ഈ ചെക്കനെ പിടിച്ച് നിൽപ്പിച്ച്. 48ാമത്തെ മണിക്കൂറിൽ ഇത് കിട്ടാതെ ചെക്കനൊരു മുഴുത്ത ഭ്രാന്തനെ പോലെ ഇങ്ങനെ മാറിയപ്പോൾ ഈ കടക്കാരൻ പറഞ്ഞ വർത്താനം എന്താ അറിയോ? നീ നിന്റെ അമ്മ കുളിക്കുന്ന വീഡിയോ എടുത്ത് തന്നിട്ടില്ല എങ്കിൽ ഈ സാധനം എനിക്ക് കിട്ടൂല എന്ന്. ആ ചെക്കൻ ഒരു റോക്കറ്റ് പോലെ സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ ഭാഗ്യത്തിന് അവൻ്റെ അമ്മ കുളിക്കുന്നുണ്ടേനു. ആ ചെക്കൻ ഈ ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 പഠിച്ച ചെക്കൻ അവൻ്റെ അമ്മ കുളിക്കുന്ന വീഡിയോ 20 മിനിറ്റ് വീഡിയോ പകർത്തിയിട്ട് ഈ കടക്കാരന് കൊണ്ടു കൊടുത്തു. അറിയോ നിങ്ങൾ? ആ ചങ്ങാതി MDMA കൊടുത്തു, ഓനെ തിന്നു, സന്തോഷത്തിൻ്റെ ലോകത്ത് പോയി. 48ാമത്തെ മണിക്കൂറിൽ വീണ്ടും വന്നപ്പോൾ അവൻ്റെ പെങ്ങൾ +2 പഠിക്കുന്ന പെങ്ങൾ കൊടുക്കാൻ കുളിക്കുന്ന വീഡിയോ കൊണ്ടുകൊടുക്കാൻ പറഞ്ഞപ്പോൾ ആ പെണ്ണ് കൊടുത്തു. ഇതാണ് MDMA. അപ്പോൾ അച്ഛനേക്കാൾ ഉപ്പയേക്കാൾ ഉമ്മയേക്കാളൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ഭീകരമായ വസ്തുവിൻ്റെ ലോകത്താണ് നമ്മൾ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബമെന്നും ഒന്നിച്ചിരിക്കണം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും നിങ്ങളോട് സംസാരിക്കാനില്ല. എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഈ നാട്ടിലുള്ള എല്ലാ വ്യാപാരി വ്യവസായി ഏകോപന സമിതി മെമ്പേഴ്സും അവരുടെ കുടുംബത്തെ ശക്തമായി നിരീക്ഷിച്ചിട്ടില്ല എങ്കിൽ നാളെ നിങ്ങളുടെ കുടുംബത്തിലും ഈ സംഭവം വരും. ഇതിൻ്റെ ഏറ്റവും ഭീകരമായ ഒരു സംഗതി കൂടി മനസ്സിലാക്കണമെങ്കിൽ ഇത് കൂടുതൽ ഉപയോഗിച്ച് ഒരു പരിധി കഴിഞ്ഞാൽ ഇതിനൊരു എഫക്റ്റും ഇല്ലാതെ ഒരു സംതൃപ്തി ഇല്ലാതെ സ്വന്തം ശരീരം കീറി മുറിച്ചും അവരെ ആ സ്വന്തം ശരീരത്തിൽ ഇങ്ങനെ എന്താ പറയുക അവയവങ്ങൾ ഇങ്ങനെ വെട്ടി മാറ്റി നിർവൃതി കണ്ടെത്തുന്ന ഒരു മനുഷ്യജന്മങ്ങളായിട്ട് നിങ്ങളെ മക്കൾ മാറും. എറണാകുളത്ത് അങ്ങനെയുള്ള മനുഷ്യജന്മങ്ങളെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെയുള്ളൊരു ലോകമായി ഈ പരപ്പനങ്ങാടി മാറാതിരിക്കാൻ കുടുംബത്തിലേക്ക് കണ്ണു തുറന്ന് നോക്കുവാൻ നിങ്ങൾക്ക് കഴിയണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾ പോലീസുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. പോലീസുണ്ട്. നിങ്ങൾക്ക് പോലീസിന് ഇഷ്ടമല്ലെങ്കിലും പോലീസിന് നിങ്ങളെ കുടുംബം നശിക്കുന്നത് ഇഷ്ടമല്ല. നിങ്ങളെ മക്കൾ ഈ ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ടെന്ന് പരിശോധിക്കണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. ഉപ്പയോടും ഉമ്മയോടും വേണ്ടാണ്ട് ചൂടാവുക, വേണ്ടാണ്ട് തെറി വിളിക്കുക, വീട്ടിൽ ആര് വരുമ്പോൾ ദേഷ്യം പിടിക്കുക, രാത്രി കുറേ സമയം ഉറക്കൊഴിഞ്ഞിരിക്കുക, രാവിലെ പോത്തിനെ പോലെ കടന്നുറങ്ങുക, മുടി മേലോട്ടേക്ക് പോകുക, പിന്നെ കുളിക്കാൻ മടി, പല്ല് തേക്കാൻ മടി, അച്ഛനെയും അമ്മേനെയും ഒക്കെ കാണുമ്പോൾ ദേഷ്യം പിടിക്കുക, അവരുടെ വാട്സപ്പ് കാണുമ്പോൾ ചിരിക്കുക, അവരുടെ ഫ്രണ്ട്സിനെ കാണുമ്പോൾ യോയോ എന്ന് പറഞ്ഞിട്ട് സെൽഫി എടുക്കുക, ഇങ്ങനെ വീട്ടിൽ ആരെങ്കിലും വരുന്നത് ഇഷ്ടമില്ലാണ്ടിരിക്കുക, ഇങ്ങനെ കുറേ സ്വഭാവങ്ങൾ, പുതിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാവും. ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണം. അങ്ങനെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറെ അടുത്ത് പോകാൻ സമയമില്ല എങ്കിൽ 94 97 900 200 എന്ന് പറയുന്ന പോലീസിൻ്റെ ചിരി എന്ന് പറയുന്ന കൗൺസിലിംഗ് നമ്പറിലേക്ക് വിളിക്കുക. മക്കളെ എങ്ങനെ രക്ഷപ്പെടുത്തണമെന്ന് ആ നമ്പറിൽ നിന്ന് പറഞ്ഞു തരും. നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങൾ കണ്ടാലും 1090 എന്ന് പറയുന്ന ഫോൺ നമ്പറിലേക്ക് വിളിക്കുക. സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി 1098 എന്ന് പറയുന്ന ഫോൺ നമ്പറുണ്ട്. സ്ത്രീകൾക്കും കുട്ടികളുടെയും രക്ഷയ്ക്ക് വേണ്ടി പോൾ ആപ്പ് എന്ന് പറഞ്ഞ പൊല്ലാപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് നിങ്ങളെ മൊബൈൽ ഫോണിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതെടുക്കുക. ആരെങ്കിലും പുറകെ നടക്കുന്നുണ്ട് എങ്കിൽ, ആരെങ്കിലും നിങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോൾ ആപ്പിലേക്ക് ഒന്ന് ഞെക്കുക, നിർഭയം ആപ്പിലേക്ക് ഒന്ന് ഞെക്കുക. 5ാമത്തെ മിനിറ്റിൽ പോലീസ് വിളിക്കും. നിങ്ങൾ ആ ആപ്പിലേക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി, ഒരു ചങ്ങാതി പുറകിലുണ്ട്, എന്നെ പേടിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ലൊക്കേഷൻ ട്രേസ് ചെയ്തുകൊണ്ട് പോലീസ് നിങ്ങളുടെ അടുത്തേക്ക് എത്തും, നിങ്ങളെ രക്ഷപ്പെടുത്തും. സ്ത്രീകൾക്കും കുട്ടികളും അതെല്ലാം ഓർമ്മിച്ച് വെച്ചോ. ആണുങ്ങളെ, നിങ്ങൾക്കൊരു ആപ്പും ഇല്ല, നിങ്ങൾക്കൊരു സംഗതിയില്ല. നിങ്ങളെ പുറകെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മരണപ്പാച്ചൽ പറഞ്ഞിട്ട് എവിടെയെങ്കിലും രക്ഷപ്പെട്ടുള്ളൂ. ഇന്ത്യയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഫേവറായിട്ടുള്ള കുറേ നിയമങ്ങളാണുള്ളത്. ഇനി എന്താവശ്യം ഉണ്ടെങ്കിലും 112 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിക്കുക. ഏത് അടിയന്തര ഘട്ടത്തിലും 112 എന്ന് പറയുന്ന ഇന്ത്യയിലുള്ള മൊത്തത്തിലുള്ളൊരു സെൻട്രലൈസ്ഡ് നമ്പറാണ്. 30 മിനിറ്റ് കൊണ്ട് പോലീസ് നിങ്ങളെ സഹായത്തിനെത്തും. ഫയർഫോഴ്സ് ആയാലും ആംബുലൻസ് ആയാലും. ഇനി ബിസിനസ്സുകാരായ നിങ്ങളോട്, എനിക്ക് കേരളത്തിൽ 10 മിനിറ്റ് കൂടുമ്പോൾ മൊബൈൽ ഫോണിൽ നിന്ന് ഇൻ്റർനെറ്റിൽ നിന്ന് പൈസ നഷ്ടപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നും പേടിക്കേണ്ട, അത് തിരിച്ചു പിടിക്കാനുള്ള സംവിധാനം കേരള പോലീസിൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. പൈസ പോയി എന്നറിയുന്ന നിമിഷം 1930 എന്ന് പറയുന്ന ഫോൺ നമ്പറിലേക്ക് വിളിക്കുക. അവിടെ റിപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ പൈസ പോയ അക്കൗണ്ട് പോലീസ് ഒരൊറ്റ നിമിഷം കൊണ്ട് ബ്ലോക്ക് ചെയ്യും. അതോടുകൂടി ആ പൈസ അവിടെ കിടക്കും.
എത്ര പെട്ടെന്ന് വിളിക്കുന്നുവോ അത്രയും പെട്ടെന്ന് നിങ്ങളെ പൈസ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ബിസിനസ്സുകാരായ ഞങ്ങൾ ഒരു കാരണവശാലും ആ നമ്പർ മറക്കരുത്, 1930. ഓക്കെ, അപ്പം എല്ലാവരും ഈ നമ്പറെല്ലാം ഓർമ്മിച്ച് വെച്ചോ. കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് ഇത് ഉപകരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ഉത്തരവാദിത്ത ബോധമുള്ളൊരു കുടുംബാംഗം എന്ന രീതിയിൽ ഈ നമ്പർ നിങ്ങൾ മനുഷ്യന്മാരാണോന്ന് ഒരു ടെസ്റ്റിങ്ങിലൂടെ ഞാൻ ചോദിക്കാം. ഈ 5 നമ്പർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ നമ്പർ 5 ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു തകരാറുമില്ല. നിങ്ങളെ കുടുംബവും നിങ്ങളുടെ തലച്ചോറൊക്കെ പെർഫെക്റ്റ് ആണ്. ഞാൻ പറഞ്ഞ 5 നമ്പറിൽ പകുതി നമ്പറേ നിങ്ങൾക്ക് ഓർമ്മയുള്ളൂ എങ്കിൽ നിങ്ങളെ തലച്ചോറ് പകുതി പേടാണ്. ഒരു നമ്പർ ഓർമ്മയില്ല എങ്കിൽ എൻ്റെ കരുനാവായോണ്ട് ഞാനൊന്നും പറയുന്നില്ല. എല്ലാ തലച്ചോറും സമൃദ്ധമാവട്ടെ, എല്ലാ കുടുംബങ്ങൾക്കും ചിരിക്കാൻ കഴിയട്ടെ, എല്ലാ കുടുംബാംഗങ്ങളും കരുതലോടെ 1600 വാക്കുകൾ സംസാരിക്കുന്ന സമൃദ്ധമായ കുടുംബമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രൗഢോജ്വലമായ ഈ ചെമ്മാട് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ കുടുംബ സംഗമത്തിന് എന്നെ ക്ഷണിക്കാൻ സന്മനസ് കാണിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും, അതിലേറെ ദേഷ്യപ്പെട്ടാണെങ്കിൽ എന്നെ മോഹിച്ചിട്ടാണെങ്കിൽ ഇത്രയും നേരം ഒരു പ്രശ്നം ഉണ്ടാക്കാതെ നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ ഈ നിമിഷം വരെ നിങ്ങൾ തങ്കപ്പെട്ട മനുഷ്യന്മാർ തന്നെയാണ്. ഇതേ രീതിയിൽ ഇനിയും നിങ്ങൾക്ക് ഒന്നിച്ചിരിക്കാനും ഒന്നിച്ചു കൂടാനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.